find an equation of the parabola. Find an equation of the parabola that is symmetric about y-axis, symmetric about y-axis, comma, has its vertex at the origin, and passes through 5,2 and passes through 5,2. ശരി, അപ്പൊ നമ്മുടെ തന്നിട്ടുള്ളത് ഒരു പാരബോളയാണ്. ആ പാരബോള സിമ്മട്രിക് ടു വൈ ആക്സിസ് ആണ്, വേർട്ടെക്സ് ഒറിജിനിലാണ്. സിമ്മട്രിക് ടു വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസ് അതിന് 2 ഈക്വൽ കഷ്ണങ്ങളായി വെട്ടും. ആൻഡ് വേർട്ടെക്സ് അത് ഒറിജിൻ ദാ ഇത്, അല്ല എങ്കിൽ ഇതും വൈ ആക്സിസ് 2ആയിട്ട് മുറിക്കുന്നുണ്ട്. വെർട്ടെക്സ് ഒറിജിനിലാണ്. സിമ്മട്രിക് ടു വൈ ആക്സിസ് ആൻഡ് സിമ്മട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 കഷ്ണങ്ങളാക്കുക, ഈക്വൽ കഷ്ണങ്ങളാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ വൈ ആക്സിസ് വെച്ച് വെട്ടുമ്പോഴാണ് ഈ പാരബോള 2 ഈക്വൽ കഷ്ണങ്ങളാകുന്നത്. ഈ 2 പേരും ആ കൂട്ടത്തിലുള്ളതാണ്. വെർട്ടെക്സ് ഒറിജിനിലാണ്, സിമ്മട്രിക് ടു വൈ ആക്സിസ് ആണ്. ഇത്രേ തന്നിട്ടുള്ളൂ. ഫോക്കസും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇത് കടന്നു പോകുന്ന ഒരു പോയിന്റ് 5,2 ആണ്. 5,2 എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നു. 5,2 എന്ന പോയിന്റ് നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പോയിന്റ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദാ ഈ രണ്ടാമത് ഞാൻ വരച്ചേക്കുന്ന പാരബോള ഒരു കാരണവശാലും ഫസ്റ്റ് ക്വാഡ്രന്റിലൂടെ പോകുന്നില്ല. അതിനർത്ഥം ഇയാള് ഇതല്ല നമ്മുടെ ഫിഗർ. ഇതാണ് നമ്മുടെ പാരബോള. ഈ പാരബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x² = 4py ആണ്. ഈ ടൈപ്പ് ഓഫ് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ഈ ടൈപ്പ് ഓഫ് പാരബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഓബിയസ്ലി നമുക്ക് ഫോക്കസ് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് തന്നെ പാരബോള അറിഞ്ഞു. ഡൺ. ഇനി നമുക്ക് കടന്നു പോകുന്ന പോയിന്റ് അവരെന്തായാലും തന്നിട്ടുണ്ട് 5,2 എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? x = 5 എന്നും y = 2 എന്നും കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 5² 25 = 4 × p × 2. That is 25 = 8p. അപ്പൊ p = 25/8. പിയുടെ വാല്യൂവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് 25/8 ആണ്. അങ്ങനെയാണെങ്കിൽ അതെടുത്ത് ഞാൻ ഈ ഇക്വേഷനിൽ തന്നെ തിരിച്ചു കൊടുക്കുന്നു. x² = 4 × 25/8 × y. ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ x² = 25/2 × y. ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 2നെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 2x² = 25y. ഇതാണ് നമുക്ക് വേണ്ട പാരബോളയുടെ ഇക്വേഷൻ. കഴിഞ്ഞു. അതായത് പാരബോളയെ കുറിച്ച് തന്നിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് സിമ്മട്രിക് അബൌട്ട് വൈ ആക്സിസ് ആണ്. മാത്രമല്ല അതിന്റെ വെർട്ടെക്സ് ഒറിജിനിലുണ്ട് താൻ. അപ്പൊ അതിന് സാധ്യതയുള്ള 2 റഫ് ഫിഗർ ഞാൻ സൈഡിൽ വരച്ചു. അതിനുശേഷം അയാൾ പറയുന്നുണ്ട് 5,2 കടന്നു പോകുന്നു. അപ്പൊ ഈ 2 പേരും നിങ്ങൾക്കറിയാം, ഇതിൽ ഇയാള് 5,2 അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലൂടെ കടന്നു പോകുന്നില്ല. അപ്പൊ പിന്നെ ഇതായിരിക്കും ഫിഗർ. ഇയാളുടെ ജനറൽ ഇക്വേഷൻ ആണ് എഴുതി വെച്ചത്. x² = 4py. പിയുടെ വാല്യൂ നമുക്കറിയില്ല. പിയുടെ വാല്യൂ കണ്ടുപിടിക്കും. 5,2 കടന്നു പോകുന്നു തന്നിട്ടുണ്ടോണ്ട് x 5 ആകാം, y 2 ആകാം. അത് രണ്ടും എടുത്ത് കൊടുത്ത് പിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. തിരിച്ച് ഇക്വേഷനിൽ തന്നെ കൊടുത്തപ്പോ നമ്മുടെ റിക്വയർഡ് പാരബോളയുടെ ഇക്വേഷൻ.
മനസ്സിലായോ? മനസ്സിലായി. ഓ ശരി. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് വെർട്ടെക്സ് മാറ്റും. അതായത് ഇപ്പൊ വെർട്ടെക്സ് 0 ആണെന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടല്ലേ 4 സെറ്റ് ഇക്വേഷൻ എഴുതി വെച്ചത്. ഇനി ഞാൻ വെർട്ടെക്സ് HK ആക്കും. വെർട്ടെക്സ് HK ആക്കും. നിങ്ങൾക്കറിയാം ഒറിജിൻ 0 ആണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ x² + y² = a². പക്ഷേ സെന്റർ H, K ആണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ x - h² + y - k² + a² ആണ്. അതായത് എക്സിന്റെ സ്ഥാനത്ത് x - h ഉം വൈയുടെ സ്ഥാനത്ത് y - k യും ആവും. സെന്റർ മാറുകയാണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷനിൽ ഈ ഒരു മാറ്റം സംഭവിക്കും. ഇതറിയാവുന്ന കാര്യമാണോ? സർക്കിളിന്റെ ഇക്വേഷനിലെ ഈ മാറ്റം അറിയാവുന്നതാണോ? കണ്ടിട്ടുണ്ടോ? ഓക്കെ ഡൺ. അപ്പൊ ഇത് കണ്ടിട്ടുള്ള കാര്യമാണ്. അതായത് സെന്റർ മാറുമ്പോൾ സർക്കിളിന്റെ ഇക്വേഷനിൽ എക്സിന് പകരം x - h ഉം വൈക്ക് പകരം y - k യും ആണ് ആവുന്നത്. ഈ ഒരു മാറ്റം സംഭവിക്കും. ഈ ഒരു മാറ്റം വെർട്ടെക്സ് HK ആവുമ്പോൾ പാരബോളയിൽ സംഭവിക്കും. പാരബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = 4p y² = 4px. HK ആവുമ്പോ y - k വൈക്ക് പകരം k ആണ്. y - k² = 4p × x - h. ഇനി മൈനസ് ആണ് വരുന്നതെങ്കിൽ y - k² = -4p × x - h. -4p × x - h. ഇനി അടുത്ത മറ്റവനാണ് നമ്മുടെ x² ആണെങ്കിൽ x - h² = 4p × y - k. ഫൈനലി മൈനസ് ഉള്ള ആള് x - h² -4p × y - k. ഇതാണ് വെർട്ടെക്സ് HK ആയാൽ ഇക്വേഷന് വരുന്ന മാറ്റം. വെർട്ടെക്സ് HK ആയാൽ ഇക്വേഷന് വരുന്ന മാറ്റം ഇതാണ്. ഇത്ര ഒരു കാര്യമില്ല കാര്യം. അതായത് നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അയാളുടെ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ആളുടെ ഫിഗർ ഇങ്ങനെയാണ് ഇരുന്നിരുന്നത്. നിങ്ങൾക്കറിയാം വെർട്ടെക്സ് ഒറിജിനലാവുമ്പോൾ അയാളുടെ ഫിഗർ ഇരുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ വെർട്ടെക്സ് 0 അല്ല HK ആണ്. അപ്പോ ഇയാളുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇയാളുടെ ഫിഗറിന് വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. കോർഡിനേറ്റ് ആക്സിസ് വരച്ചു. HK എന്ന പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. HK എന്ന പോയിന്റ് എവിടെ വേണോ ആകാം, ഞാനത് മാർക്ക് ചെയ്തു. ഇവിടെയാണ് ആ പോയിന്റ്, HK എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു പോയിന്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് വരച്ചു. നിങ്ങൾക്കറിയാം ഈ പാരബോള സിമ്മട്രിക് ടു എക്സ് ആക്സിസ് ആണ്. ഇയാളെ പതുക്കെ എടുത്ത് HK എന്ന പോയിന്റിൽ കൊണ്ട് വച്ചതുപോലെ ഇരിക്കും. വേറെ ഒരു മാറ്റവും വരില്ല. ഈ ഒരാളുടെ ഫിഗർ നിങ്ങൾ കണ്ടു. എന്താണ് ഇതായിരിക്കും? ഒറിജിനലാണ് വെർട്ടെക്സ് ഇരിക്കുന്നത്. പൊടുന്നനെ വെർട്ടെക്സ് മാറ്റി HKയിലാക്കി കഴിഞ്ഞാൽ ഫിഗറിന് വേറെ വ്യത്യാസമൊന്നും വരില്ല. അയാൾ അനങ്ങാതെ തിരിയാതെ എടുത്ത് നേരെ HK എന്ന പോയിന്റിൽ കൊണ്ട് വെച്ചതുപോലെ ഇരിക്കും. കഴിഞ്ഞു. ഇയാള് സിമ്മട്രിക് അബൌട്ട് ആക്സിസ് പാരലൽ ടു എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. സത്യം പറഞ്ഞാൽ ഇയാള് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ബട്ട് ദിസ് ഇസ് സിമ്മട്രിക് ടു എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലലായ ഒരു ലൈൻ സിമ്മട്രിക് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മുടെ HK. ഇതാണ്. നമുക്ക് വെർട്ടെക്സിൽ നിന്ന് ഇയാളാണെങ്കിൽ ഇയാളുടെ ഫോക്കസ് ഇരിക്കുന്നത് അയാളുടെ കോൺകേവ് സൈഡിലേക്കാണ്. ഇവിടെ നിന്ന് P ഡിസ്റ്റൻസ് പോണം. ഈ HKയിൽ നിന്ന് P ഡിസ്റ്റൻസ് റൈറ്റിലേക്ക് പോയാൽ ചേഞ്ച് ആവുന്നത് X വാല്യൂ ആണ്. അതായത് x + p, k. അതാണ് നിങ്ങളുടെ ഫോക്കസ്.
ഈ പോയിന്റ് എച്ച് കോമ കെ ആണ്, ഈ പോയിന്റ് എച്ച് കോമ കെ ആണ്. ആ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകണം, കോൺകേവ് സൈഡിലേക്ക് പോകണം, എങ്കിലേ ഫോക്കസ് കിട്ടത്തുള്ളൂ. എച്ച് പ്ലസ് പി കോമ കെ. ഇനി അതേസമയം പി ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്ക് പോകണം, പി ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്ക് പോകണം. പി ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്ക് പോകുമ്പോ ഇവിടത്തത് എച്ച് മൈനസ് പി കോമ കെ ആവും, എച്ച് മൈനസ് പി കോമ കെ ആവും. ആ പോയിന്റിലൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ which is perpendicular to the axis of symmetry. Axis of symmetry ക്ക് perpendicular ആയ ആ സ്ട്രൈറ്റ് ലൈൻ, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് ഇതൊരു y ആക്സിസിന് പാരലൽ ആയ ലൈനാണ്. അതുകൊണ്ട് എക്സ് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് പി ആണ് ഇയാളുടെ ഇക്വേഷൻ. എക്സ് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് പി ആയിരിക്കും ഇയാളുടെ ഇക്വേഷൻ. ഡൺ, കഴിഞ്ഞു. നിങ്ങൾ നോക്കണം, ഫോക്കസിനുണ്ടാകുന്ന ചേഞ്ചും അതേസമയം ഡയറക്ട്രിക്സിനുണ്ടാകുന്ന ചേഞ്ചുമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചത്. ഇവിടത്തെ ഡയറക്ട്രിക്സിന്റെ ഫോക്കസിന്റെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. ഇത് പി കോമ 0 ആയിരുന്നു. ഇവിടത്തതും വളരെ സിമ്പിൾ ആയിരുന്നു. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് പി ആയിരുന്നു. പക്ഷെ ഇനി കഥ മാറി. അയാളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇയാളുടെ പേരതാണ് കേട്ടോ, ട്രാൻസ്ലേഷൻ. ഇരുന്ന പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അനക്കി കൊണ്ടുവന്ന് എച്ച് കെയിലാക്കി. ട്രാൻസ്ലേറ്റഡ് കോണിക് എന്നൊക്കെ പറയും. അപ്പോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ഇതായിരിക്കും നിങ്ങളുടെ പാരബോള, അതിന്റെ വെർട്ടെക്സ് താഴെ കിടക്കുന്നത്. ആ പാരബോളയുടെ ആക്സിസ് ഓഫ് സിമ്മട്രി ഇനി മുതൽ എക്സ് ആക്സിസ് അല്ല, എക്സ് ആക്സിസിന് പാരലലായ മറ്റൊരു ലൈനാണ്. ആക്സിസ് ഓഫ് സിമ്മട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം പൊക്കം കെ, അതായത് y ഈസ് ഈക്വൽ ടു കെ. അതാണ് നിങ്ങളുടെ ആക്സിസ് ഓഫ് സിമ്മട്രി. പൊക്കം കെ, എച്ച് കോമ കെ അവിടെ കൂടെ പാസ് ചെയ്യല്ലേ, പൊക്കം കെ, അതായത് നിങ്ങളുടെ ആക്സിസ് ഓഫ് സിമ്മട്രി. ആ ആക്സിസ് ഓഫ് സിമ്മട്രിയിലൂടെ പോകുന്ന പാരബോള ഇങ്ങനെ ഇരിക്കും, കോൺകേവ് ഇങ്ങോട്ടിരിക്കും. ഇവിടെ എന്താണോ ഇരുന്നത് അങ്ങനെ തന്നെ ഇരിക്കും, പേടിക്കാം. ഇനി വെർട്ടെക്സിൽ നിന്ന് വലത്തേക്കാണ് നിങ്ങളുടെ ഫോക്കസ് ഇരിക്കുന്നത്. കാരണം കോൺകേവ് സൈഡിലാണല്ലോ ഫോക്കസ് ഇരിക്കുന്നത്. അപ്പൊ വെർട്ടെക്സിൽ നിന്ന് പി ഡിസ്റ്റൻസ് എച്ച് കെ ആണ് നമ്മുടെ വെർട്ടെക്സ്. അങ്ങനെ ഞങ്ങൾ പി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് വാല്യൂ കൂടും. വലത്തേക്കാണെങ്കിൽ എക്സ് വാല്യൂ കൂടും, എച്ച് പ്ലസ് പി കോമ. ഇനി അതേസമയം വലത്തേക്കാണെങ്കിൽ എച്ച് മൈനസ് പി കോമ. ഡയറക്ട്രിക്സ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് പി, നിങ്ങളുടെ ഫോക്കസ് എച്ച് പ്ലസ് പി കോമ കെ, ആൻഡ് നിങ്ങളുടെ സിമ്മട്രിക് ലൈൻ y ഈക്വൽ ടു കെ. ഇനി അടുത്ത് നിങ്ങളുടെ ഒറിജിനൽ പാരബോള ഇങ്ങനെ ഇരുന്നു എന്ന് വിചാരിക്കുക. അതിന്റെ ഫോക്കസ് ഇടത്തേക്കായിരിക്കും, മൈനസ് പി കോമ 0. അതേസമയം ഡയറക്ട്രിക്സ് എക്സ് ഈക്വൽ ടു പി ആയിരുന്നിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇതിന്റെ പൊസിഷൻ മാറ്റുമ്പോൾ, അതായത് ഇതിന്റെ വെർട്ടെക്സ് മാറ്റുമ്പോ നമ്മൾ എച്ച് കെ എന്ന പോയിന്റിലേക്ക് പോകും. യാതൊരുവിധ മാറ്റവും ഇല്ല. നേരത്തെ ഇരുന്ന ആളെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. ചരിക്കുന്നില്ല, വേറെ ഒരു പരിപാടിയും നമ്മൾ ചെയ്യുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് ചെയ്യുന്നത്. ഡൺ. ഇത് നമ്മുടെ എച്ച് കെ എന്ന പോയിന്റ്. ഫോക്കസ് ഇരിക്കുന്നത് കോൺകേവ് സൈഡിലേക്കാണ്. അതായത് ഇവിടെ ഇടത് ഭാഗത്താണ് ഇരിക്കുന്നത്. ഇടത് ഭാഗത്ത് പി ഡിസ്റ്റൻസ് പോകണം. ഇടത്തേക്ക് പോകുമ്പോൾ എക്സ് വാല്യൂ കുറയണം, എച്ച് മൈനസ് പി കോമ കെ. വലത്തേക്ക് പി ഡിസ്റ്റൻസ് പോകുമ്പോൾ ഡയറക്ട്രിക്സ്, വലത്തേക്ക് പോകുമ്പോൾ എച്ച് പ്ലസ് പി കോമ കെ. ആ സ്ട്രൈറ്റ് ലൈൻ ആണ് നമ്മുടെ ഡയറക്ട്രിക്സ്. അതിന്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് പി. സിമ്മട്രിക് ആക്സിസിന് യാതൊരുവിധ വ്യത്യാസമില്ല. കെ y വാല്യൂ ഫിക്സ്ഡ് ആണ്. y ഈസ് ഈക്വൽ ടു കെ ആണ് നമ്മുടെ ആക്സിസ് ഓഫ് സിമ്മട്രി. ഡൺ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ രണ്ട് കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല, ശരി. ഡൺ. അപ്പോ
നമ്മളിവിടെ പറഞ്ഞത് കാര്യമായി ശ്രദ്ധിക്കുക. അതായത് രണ്ട് പാരബോളയുടെ പുതിയ ട്രാൻസ്ലേറ്റഡ് ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടത്. അവരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരച്ച് ഞാൻ കാണിച്ചു തന്നു. വെർട്ടെക്സ് മാറിയെന്നേ ഉള്ളൂ HK. അപ്പോഴേക്കും ഫോക്കസ് മാറുന്നതും ഡയറക്ട്രിക്സ് മാറുന്നതും ആക്സസ് ഓഫ് സിമ്മട്രി മാറുന്നതും നമ്മൾ കണ്ടു. ഒരു പറഞ്ഞു സർ, ഞാൻ ലീവായി പോയായിരുന്നു. പറയാം കുഴപ്പമില്ല. ശരി, അപ്പൊ ഞാനിപ്പോ ഇത് നിർത്തുകയാണ്. മീൻസ് ഇത് രണ്ട് കാര്യം നിർത്തുകയാണ്. അടുത്ത് ഇവരുടെ രണ്ടുപേരുടെ കാര്യം പറയാണ്. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇതും കൂടെ ക്ലിയർ ആവും. നോക്കുക, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4py. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4py. ഇതിന്റെ ഫിഗർ നിങ്ങൾക്ക് അറിയാം. ആ ഫിഗർ ഞാൻ ഒന്നും കൂടെ വരയ്ക്കുകയാണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4py എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് നിങ്ങളുടെ ഫിഗർ. ഇതിന്റെ കോൺകേവ് സൈഡിലേക്ക്, അതായത് y ആക്സിസിലേക്ക് p ഡിസ്റ്റൻസ് പോകണം. y ആക്സിസിലേക്ക് p ഡിസ്റ്റൻസ് പോകുക എന്ന് വെച്ചാൽ 0,p. അവിടെ ഇരിക്കും ഫോക്കസ്. അതേപോലെ ഡിസ്റ്റൻസ് താഴേക്ക് പോകണം, അതായത് കോൺവെക്സ് സൈഡിലേക്ക് പോകണം. അതായത് y ഈക്വൽ ടു -p. y is equal to -p. അപ്പോഴേക്കും നിങ്ങൾക്ക് ഡയറക്ട്രിക്സും കിട്ടും. ഇതാണ് സംഗതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? x - h the whole square plus x - h the whole square equal to 4p into y - k. ഇതേ ഫിഗർ തന്നെയാണ്, ഒരു വ്യത്യാസവും. പക്ഷേ വെർട്ടെക്സ് മാറും. അത് HK ആവും. അതായത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ ഇരിക്കുന്ന പാരബോളയെ അനക്കാതെ തിരിക്കാതെ, ഒന്ന് തിരിക്കുക, റൊട്ടേറ്റ് ഒന്നും ചെയ്ത് കളയരുത്. ഒന്ന് അനക്കാതെ, അനക്കോ ഒന്നും പെടുത്താതെ HK എന്ന ഈ പോയിന്റിൽ വെർട്ടെക്സ് വരുന്ന രീതിയിൽ കൊണ്ടങ്ങ് വയ്ക്കുക. ഇങ്ങനെ അങ്ങ് കൊണ്ടങ്ങ് വെച്ചിട്ട് വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുത്താൻ നിൽക്കണ്ട. ഇവിടെ കൊണ്ടങ്ങ് വയ്ക്കുക. ഈ പോയിന്റ് ആണ് HK. ഞാൻ HK മാർക്ക് ചെയ്യുന്നില്ല. ഇതാണ്. ഇതിന്റെ കോൺകേവ് സൈഡിലാണ് എന്ത്? ഫോക്കസ്. കോൺകേവ് സൈഡിലേക്ക് p ഡിസ്റ്റൻസ് പോകണം. ഇതിന്റെ കോൺകേവ് സൈഡിലേക്ക് p ഡിസ്റ്റൻസ് പോകണം. അതായത് കോൺകേവ് സൈഡ് എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ്. മുകളിലേക്ക് p ഡിസ്റ്റൻസ് പോകണം. മുകളിലേക്ക് പിന്നെയും ലെഫ്റ്റ് ആയി പോയായിരുന്നു. മനസ്സിലായി. കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ മതി. നയിക്കും. ഇവിടെ നമ്മുടെ ഒറിജിനൽ പാരബോളയുടെ ഷേപ്പാണ്. ഒറിജിനൽ പാരബോളയെ HK ഡിസ്റ്റൻസിലേക്ക് മാറ്റിയതാണ്. കഴിഞ്ഞു. ഇവിടെ നിന്നിട്ട് മുകളിലേക്ക് കോൺകേവ് സൈഡിലേക്ക് p ഡിസ്റ്റൻസ് പോകണം. മുകളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ y വാല്യൂവിനാണ് വ്യത്യാസം. y വാല്യൂ കൂടണം, k + p. x വാല്യൂവിന് വ്യത്യാസമില്ല. h is equal to നമ്മുടെ ഫോക്കസ് is equal to h, k + p. അതേസമയം താഴേക്ക് വരുമ്പോഴാണ് ഡയറക്ട്രിക്സ്. താഴേക്ക് വരുമ്പോഴാണെങ്കിൽ y വാല്യൂ കുറയണം. അതായത് h is equal to h, k - p. ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന സ്ട്രൈറ്റ് ലൈൻ, അതാണ് ഡയറക്ട്രിക്സ്. ഇത് x ആക്സിസിന് പാരലൽ ആണ്. അതുകൊണ്ട് ഇയാളുടെ ഇക്വേഷൻ y is equal to k - p. കഴിഞ്ഞു. ഇനി അതേസമയം ആക്സിസ് ഓഫ് സിമ്മട്രി ഇതാണ്. അയാളെ രണ്ട് കഷ്ണങ്ങളായി മുറിക്കുന്നയാൾ. അയാളുടെ ഇക്വേഷൻ x is equal to h. കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കുക, എക്സ് സ്ക്വയർ ഈക്വൽ ടു -4py. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4py. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4py സ്റ്റാൻഡേർഡ് ഫിഗർ നിങ്ങൾക്ക് അറിയാം. അത് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ കയ്യിൽ ട്രാൻസ്ലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ x - h the whole square equal to -4p into y - k സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷന് യാതൊരുവിധ വ്യത്യാസവും വരില്ല. പക്ഷെ നമ്മുടെ പാരബോളെ HK എന്ന ഡിസ്റ്റൻസിലേക്ക്, അല്ലെങ്കിൽ HK എന്ന പോയിന്റിലേക്ക് എടുത്ത് മാറ്റി വെച്ചതുപോലെ ഇരിക്കും.
HK എന്ന പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇതാണ് HK എന്ന പോയിന്റ്. അവിടെ ഞാനൊരു കോർഡിനേറ്റ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നു. HK എന്ന പോയിന്റിലേക്ക് മാറ്റി. ഈ ഇരിക്കുന്നത് പോലെ തന്നെ ഇയാൾ ഇവിടെ ഇരിക്കും, ഇങ്ങനെ. ഇത് HK എന്ന പോയിന്റ് ആണെന്ന് ആലോചിക്കണം. ഫോക്കസ് കോൺകേവ് സൈഡിലേക്കാണ്, താഴേക്കാണ്. താഴേക്ക് പോകുമ്പോൾ മാറുന്നത് y വാല്യൂ ആണ്. അതായത് ഇവിടെ വരുന്നത് H, K - P. താഴേക്ക് പോകുമ്പോൾ y വാല്യൂ കുറയും. ഇനി അതേ ഡിസ്റ്റൻസ്, അതായത് P ഡിസ്റ്റൻസ് തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഡയറക്ട്രിക്സ് ആയി. അതായത് K - P. y is equal to K - P. അതാണ് നമ്മുടെ ഡയറക്ട്രിക്സ്. ഇനി അതേസമയം ആക്സിസ് ഓഫ് സിമെട്രിക്ക് യാതൊരുവിധ മാറ്റവും ഇല്ല. അത് x equal to h. ഇതാണ് നടക്കുന്നത്. വീണ്ടും പറയുന്നു, ശ്രദ്ധിക്കുക. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് y² = 4px ആണ് നിങ്ങൾ ഇവിടെ കണ്ടത്. അത് y - k² = 4p × x - h എന്നാക്കുകയാണെങ്കിൽ ഇതേ ഫിഗർ തന്നെ അയാൾ ആ h, kയിൽ മാറ്റി വെച്ചതുപോലെ. കോൺകേവ് സൈഡും കോൺവെക്സ് സൈഡും ഒക്കെ തീരുമാനിക്കുക. അതിനുശേഷം എങ്ങോട്ടേക്ക്, അതായത് ഇവിടെ നോക്കുമ്പോൾ വലത് ഭാഗത്തേക്ക് പി ഡിസ്റ്റൻസ് പോകണം. വലത് ഭാഗത്തേക്ക് HK യിൽ നിന്ന് വലത് ഭാഗത്തേക്ക് പി ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ എക്സ് വാല്യൂ മാത്രം കൂടും, പി കൂടും, പക്ഷെ y വാല്യൂവിന് ചേഞ്ച് ഇല്ല. H + P, K. അതേസമയം പി വാല്യൂ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ H - P, K. അവിടെ കൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ, അതാണ് ഡയറക്ട്രിക്സ്. അതായത് x is equal to H - P. അതേസമയം ഇയാളുടെ ഈ ലൈനാണ് ആക്സിസ് ഓഫ് സിമെട്രി. അതായത് എക്സ് ആക്സിസിന് പാരലൽ ആണ് ആക്സിസ് ഓഫ് സിമെട്രി. y equal to K. ഇവിടെയാണെങ്കിൽ അതേപോലെ മാറും. ഇവിടെയാണെങ്കിൽ അതായത് മൈനസ് വരുന്നത് y - k² = -4p × x - h. ഇയാൾ വെർട്ടെക്സ് മാറി, അതുകൊണ്ട് നിന്ന് HK യിൽ കൊണ്ടിരിക്കും. കോൺകേവ് സൈഡ് ഇടത്തേക്കാണ്. ഇടത്തേക്ക് പോവുകയാണെങ്കിൽ x വാല്യൂ കുറയും, x - h, P. ഫോക്കസ്. വലത്തേക്ക് പോകുമ്പോൾ H + P, K. ഡയറക്ട്രിക്സ്. x is equal to H + P. Axis of symmetry is parallel to x axis. y equal to k. നേരത്തെ y equal to k ആയിരുന്നു, ഇപ്പോഴും y equal to k. കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കുക, ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ട്രാൻസ്ലേഷൻ സംഭവിച്ചപ്പോ വെർട്ടെക്സിനെ എടുത്ത് മാറ്റി വെച്ചതുപോലെ ഇരിക്കുന്നു. മുകളിലേക്കാണ് കോൺകേവ് സൈഡ്, മുകളിലേക്ക് പി ഡിസ്റ്റൻസ് പോകണം. മുകളിലേക്ക് പോവുകയാണെങ്കിൽ y വാല്യൂ കൂടും, y വാല്യൂ മാത്രം കൂടും. H, K + P ഫോക്കസ്. താഴേക്ക് വരികയാണെങ്കിൽ H, K - P, അത് ഫോക്കസ്. അവിടെ കൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ, അയാൾ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. y is equal to K - P, ഡയറക്ട്രിക്സ്. സിമ്മട്രിക് ആക്സിസ് പാരലൽ ടു y ആക്സിസ് ആണ്. അതിന്റെ ഇക്വേഷൻ x equal to H. സിമിലർ തിങ് ഹാപ്പൻസ് ഹിയർ. ഇവിടെ ഫോക്കസ് കോൺകേവ് സൈഡിലേക്ക് വരണമെങ്കിൽ താഴേക്ക് വരണമെങ്കിൽ y വാല്യൂ കുറയും. അപ്പൊ H, K - P ഫോക്കസ്. അവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയറക്ട്രിക്സ്. y is equal to K - P പൊക്കം. അവിടെ നിന്ന് പോകുന്ന സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, ഡയറക്ട്രിക്സ്. പിന്നെ ആക്സിസ് ഓഫ് സിമെട്രി പാരലൽ ടു y ആക്സിസ്, ഇക്വേഷൻ x is equal to H. കഴിഞ്ഞു. ഇതാണ് ട്രാൻസ്ലേഷൻ. നമ്മുടെ പാരബോളയിൽ സംഭവിച്ച ട്രാൻസ്ലേഷനെ പറ്റി പറയാനുള്ളത് ഇത്രയും കാര്യം. ഓക്കെ, മനസ്സിലായോ? അത് മനസ്സിലായി സർ. ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് ഇനി നേരെ അതിന്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. ഡൺ. അപ്പോ നോക്കിക്കോ, find the equation for the parabola. Find the equation for the parabola that has its vertex at 1,2. അതിന്റെ വെർട്ടെക്സ് 1,2 ആണ്. ആൻഡ്
its focus at 4,2. 1,2 വെർട്ടെക്സും ഫോക്കസ് 4,2. അപ്പൊ ഞാൻ ഫിഗറിലേക്ക് പോവുകയാണേ, ഫിഗറിലേക്ക് പോവാം. ഈ 4,2 1,2 ഒക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. 1,2 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 1 ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് 2 ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ 1,2. 4,2 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 4 ഡിസ്റ്റൻസ്, പിന്നെ ഇവിടെ നിന്ന് 2 ഡിസ്റ്റൻസ്. വളരെ 1,2 ആണ് നിങ്ങളുടെ വെർട്ടെക്സ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ 4,2 ആണ്. ഫോക്കസ് കോൺകേവ് സൈഡിലേക്കാണ് വരാനുള്ളത്. അതുകൊണ്ട് ഇയാൾ ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്. ഡൺ. നമ്മുടെ പാരബോളയുടെ ഒരു ഏകദേശ ഫിഗർ നമുക്ക് കിട്ടി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാള് വാ പൊളിച്ചിരിക്കുന്നത് എങ്ങോട്ടാണ്? വലത്തേക്കാണ്. വലത്തേക്ക് വാ പൊളിച്ചിരിക്കുന്ന ആളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ദാറ്റ് ഇസ് y² = 4px. y² = 4px ആണ് ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. പക്ഷെ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. വെർട്ടെക്സ് 1,2ലാണ്. വെർട്ടെക്സ് 1,2ലാണെങ്കിൽ yക്ക് പകരം y-2, xന് പകരം x-1. y-2² = 4p into x-1. 4p into x-1. p എന്ന് പറഞ്ഞാൽ വെർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം. വെർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം 4 - 1 3. p വാല്യൂ 3. നിങ്ങളുടെ ഇക്വേഷൻ y-2² = 4 into 3 into x-1. That is y-2² is equal to 12 into x-1. കഴിഞ്ഞു. ഇതാണ് പാരബോളയുടെ ഇക്വേഷൻ. നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വീണ്ടും പറയുന്നു, വളരെയധികം ശ്രദ്ധിക്കുക. എന്താണ് നമ്മൾ ചെയ്തതെന്ന്? നേരെ വെർട്ടെക്സ് മാർക്ക് ചെയ്തു, ഫോക്കസ് മാർക്ക് ചെയ്തു. നമുക്കറിയാം വെർട്ടെക്സും ഫോക്കസും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ അതായിരിക്കും സിമ്മട്രിക് ആക്സിസ്. അപ്പൊ ഞാൻ അതിനെ നീട്ടി വരച്ചു. അത് വെർട്ടെക്സിൽ ഇരുന്നിട്ട് ഫോക്കസിലേക്ക് വാ പൊളിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നത്. കാരണം കോൺകേവ് സൈഡിലാണ് ഫോക്കസ് ഇരിക്കുന്നത്, കോൺകേവ് സൈഡിലേക്ക്. അപ്പൊ വരച്ചു. നോക്കിയപ്പോ അത് വലത്തേക്കാണ് വാ പൊളിച്ചിരിക്കുന്നത്. വലത്തേക്ക് വാ പൊളിച്ചിരിക്കുന്ന ആളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് ഞാൻ സൈഡിൽ എഴുതിയത്. y² = 4px. പക്ഷേ ഇവിടെ വെർട്ടെക്സ് 1,2 ആണ്. അപ്പൊ അതിനുള്ള മാറ്റം സംഭവിച്ചു. അതിനുള്ള മാറ്റം ഞാൻ കൊടുത്തു. ഞാൻ ചെയ്തു. ഇനി അടുത്ത് എന്താണ്? ഫോക്കസിന്റെ, അതായത് പി വാല്യൂവിന്റെ കാര്യം. വെർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് പി. അവിടെ നിന്ന് ജസ്റ്റ് ആ ഫിഗറിൽ നിന്ന് ഞാൻ സാധനം കണ്ടുപിടിച്ചു. 3 ആണ് പി വാല്യൂ. എന്നിട്ട് ഇക്വേഷനിൽ കൊടുത്തപ്പോഴേക്കും നമ്മുടെ പാരബോളയുടെ ഇക്വേഷൻ. മനസ്സിലായോ? മനസ്സിലായി സർ. നെക്സ്റ്റ് sketch y² - 8x - 6y - 23 = 0. Sketch y² - 8y - 6y - 23 = 0. ഡൺ. ഈ ഒരു ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? പാരബോളയുടെ ഇക്വേഷൻ ആണോ? എന്ത് തോന്നുന്നു?
ഓക്കെ, ഒന്നും തോന്നുന്നില്ല. ശരി, ഇതാണ് നമ്മളെ കുഴപ്പിക്കുന്ന ഒരു മോഡൽ. കുഴപ്പിക്കുന്ന ഒരു മോഡൽ. അപ്പൊ ഞാനിത് എങ്ങനെ റെഡിയാക്കാന്നാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ വൈക്ക് സ്ക്വയർ ഉണ്ട്, എക്സിന് സ്ക്വയർ ഇല്ല. വൈക്ക് സ്ക്വയർ ഉണ്ട്, എക്സിന് സ്ക്വയർ ഇല്ല. ഓക്കെ, അത് നമ്മൾ അനലൈസ് ചെയ്തു. അത് വേണം കേട്ടോ, അത് നമ്മുടെ കൈ വേണം. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് വൈയുടെ ആൾക്കാരെല്ലാം ഒരുമിച്ച് എഴുതി, എക്സിന്റെ ആൾക്കാരെല്ലാം മാറ്റി എഴുതി. അതായത് എക്സിന്റെ ആൾക്കാരെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയി. എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഞാനിവിടെ ചെയ്യുന്നത് വൈ സ്ക്വയർ മൈനസ് 6y ആണല്ലോ. വൈയുടെ കോഎഫിഷ്യന്റിന്റെ പകുതി, 6ന്റെ പകുതി 3, അതിന്റെ സ്ക്വയർ 9. 9 കൊണ്ട് രണ്ട് സൈഡും ആഡ് ചെയ്യും. സംഭവം +9 രണ്ട് സൈഡിൽ നിന്ന് വെട്ടിക്കളയാം. അപ്പൊ പിന്നെ എഫക്റ്റ് ഇല്ലാതെയാവും. ഇത് ചെയ്യും. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സെക്കൻഡ് ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ എടുത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഫസ്റ്റ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റിന്റെ പകുതി എടുത്തിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഞാൻ കുറയ്ക്കുന്ന അപ്പുറത്ത് കൊണ്ടുപോയി, -9 അപ്പുറത്ത് കൊണ്ടുപോകും, +9 എത്രയോ. 6ന്റെ പകുതി 3 ആണ്, 3ന്റെ സ്ക്വയർ 9. ഇതാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ സൈഡുള്ള ഈ പുള്ളിക്കാരൻ y-3 ദ ഹോൾ സ്ക്വയർ ആയിട്ടുണ്ടാവും. y-3 ദ ഹോൾ സ്ക്വയർ പരീക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക്. y-3 ദ ഹോൾ സ്ക്വയർ ആയിട്ടുണ്ടോ എന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. y സ്ക്വയർ മൈനസ് 2 × 3 × y -6y plus 3 square 9. This is equal to 8x plus 23 plus 9 is 32. 32. That is equal to y-3 the whole square equal to 8 ഞാൻ ഇവിടെ കോമൺ എടുക്കുമ്പോൾ 8 × x plus 4. കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കുകയാണ്. y-3 the whole square is equal to 4 × 8നെ 4 × 2 × x -4. മൈനസും കൂടെ പ്ലസ് ആവും. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നിങ്ങൾ തന്നെ നോക്കി നോക്ക്. ഇത് y-h the whole square, y-k the whole square is equal to 4 × p × x - h. ആ രീതിയിൽ ഇരിക്കുകയല്ലേ. y-k the whole square equal to 4 × p × x - h എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണല്ലോ. ഇതാണ് എനിക്ക് വേണ്ടത്. ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ സെന്റർ അല്ല വെർട്ടെക്സ് മാർക്ക് ചെയ്യുന്നു. വെർട്ടെക്സ് എക്സിന്റെ കൂടെ വരുന്ന x -4. അപ്പൊ വെർട്ടെക്സ് -4, x - k വാല്യൂ 3. വെർട്ടെക്സിന്റെ കാര്യത്തിൽ തീരുമാനമായി. പി വാല്യൂ എന്ന് പറയുന്നത് 2. ഡൺ. അപ്പൊ ഞാൻ ഫിഗർ വരയ്ക്കാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഇതിന്റെ ഒരു റഫ് ഫിഗർ സൈഡ് വരയ്ക്കുകയാണ്. y സ്ക്വയർ ആണ്. y സ്ക്വയർ ഈക്വൽ ടു 4px ആണ്. അപ്പോ വലത്തേക്ക് വാവൊളിച്ചിരിക്കുകയായിരിക്കും. y സ്ക്വയർ ഈക്വൽ ടു 4px ആണ്. വലത്തേക്ക് വാവൊളിച്ചിരിക്കുകയായിരിക്കും. ട്രാൻസ്ലേഷൻ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു തരും. ശരി, ഞാൻ മെയിൻ ഫിഗറിലേക്ക് പോവാണ്. നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ് രണ്ടുപേരെയും വരച്ചു. അതിനുശേഷം വെർട്ടെക്സ് മാർക്ക് ചെയ്യുന്നു. -4, -4,3 -4 ഇവിടെ വരും, 3 ഇവിടെ വരും, -4,3 ഈ ഭാഗത്തായിട്ട് വരും. -4,3 ഈ ഭാഗത്തായിട്ട് വരും. ഞാൻ ഇവിടെയും കൂടെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് വെർട്ടെക്സ്. വെർട്ടെക്സിൽ നിന്ന് വലത്തേക്ക് വാവൊളിച്ചിരിക്കണം. അപ്പൊ ആ ഭാഗത്താണ് ഫോക്കസ് ഇരിക്കുന്നത്. വരച്ചില്ല, ഞാൻ കണ്ടതേ ഉള്ളൂ. വെർട്ടെക്സിൽ നിന്ന് വലത്തേക്ക് വാവൊളിച്ചിരിക്കണം. അപ്പൊ കോൺകേവ് സൈഡിൽ ഫോക്കസ് ഇരിക്കണം. പി വാല്യൂ 2 ആണ്. ഇത് -4,3 എന്ന പോയിന്റ് ആണ്. അവിടെ നിന്ന് വലത്തേക്ക് 2 ഡിസ്റ്റൻസ് പോകണം, എങ്കിലേ ഫോക്കസ് എത്തുള്ളൂ. അപ്പൊ -4 + 2
അപ്പോ എനിക്ക് കിട്ടാൻ പോകുന്നത് 2,3 എന്ന -2,3 എന്ന പോയിന്റ് ആണ്. -2,3 -4 + 2 പി ഡിസ്റ്റൻസ് പോണം. അപ്പൊ എനിക്ക് കിട്ടാൻ പോകുന്നത് -2,3 എന്ന പോയിന്റ് ആണ്. അതാണ് നമ്മുടെ ഫോക്കസ്. അതാണ് നമ്മുടെ ഫോക്കസ്. നിങ്ങൾക്കറിയാം വെർട്ടെക്സിൽ നിന്നുകൊണ്ട് നമ്മള് പി ഡിസ്റ്റൻസ് മുകളിലേക്കും താഴേക്കും പോകും. പി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 പി ഡിസ്റ്റൻസ് പി എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ്. നമ്മൾ 2 ഡിസ്റ്റൻസ് മുകളിലേക്കും താഴേക്കും പോകും. 2 ഡിസ്റ്റൻസ് ആണല്ലോ അല്ലെ? എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. 2 ഡിസ്റ്റൻസ് ആണോ, പി ഡിസ്റ്റൻസ് ആണോ, 2p ഡിസ്റ്റൻസ് ആണോ എന്നൊരു ചെറിയ ഒരു സംശയം. 2p ഡിസ്റ്റൻസ് ആണ് കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാണ്. 2p ഡിസ്റ്റൻസ് അതായത് ഇവിടെ p2 ആണല്ലോ, അതിനേക്കാൾ മുകളിൽ 2 × p 4 ഡിസ്റ്റൻസ് മുകളിലേക്ക് പോകണം. അപ്പൊ ഇത് ഇവിടം വരെ, അതിന്റെ ഇരട്ടി, അതായത് 2ന്റെ ഇരട്ടി 4 ഡിസ്റ്റൻസ് താഴേക്കും വരണം. ഇവിടം വരെ കഴിഞ്ഞു. റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഫോക്കസിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ റെക്റ്റാങ്കിളിന്റെ എഡ്ജിൽ കൂടെ, റെക്റ്റാങ്കിളിന്റെ കോർണറിൽ കൂടെ വെളിയിൽ വരുന്ന രീതിയിൽ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ റിക്വയർഡ് പാരബോൾ. വീണ്ടും പറയുന്നു, എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണമെന്നില്ല, സ്വാഭാവികം. അതിന് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാമോ? ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷൻ x-h² അങ്ങനെയൊക്കെ ഇക്വേഷൻ തന്നിട്ടില്ലേ? ഇയാളെ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. a+b² a-b² ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ് ആ ഇക്വേഷൻ. പക്ഷെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയത് വെച്ചിട്ട് നമുക്ക് ഫോക്കസും വെർട്ടെക്സും ഒന്നും തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തൊരു ജോലിയാണ്. അതായത് വൈക്കാണ് സ്ക്വയർ ഉള്ളത്, അതുകൊണ്ട് വൈയുടെ ആൾക്കാരെല്ലാം ഒരുമിച്ചെടുത്തു. സ്ക്വയർ ഉള്ള വൈയുടെ ആൾക്കാരെല്ലാവരും ഒരുമിച്ചെടുത്തു. ബാക്കിയുള്ളവരെയും മറ്റു സൈഡിലേക്ക്. എന്നിട്ട് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്തു. അതിനെ y-3² ആക്കി. ഇവിടെ +9 കൊടുത്തപ്പോൾ ഇവിടെയും +9 കൊടുക്കേണ്ടി വന്നു. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് വന്നു. ഇവിടെ x-h ആണ് വരാനുള്ളത്. അതിനുവേണ്ടി എക്സിനെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി 8നെ ഇവിടെ കോമൺ എടുക്കും. എന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എഴുതിയപ്പോഴേക്കും എനിക്ക് വെർട്ടെക്സ് കിട്ടി -4,3. പി വാല്യൂ 4 × p ആണ്, പി വാല്യൂ 2. y² = 4px ന്റെ റഫ് ഫിഗർ സൈഡിൽ വരച്ചു. അപ്പം വലത്തേക്കാണ് വാവൊളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തീരുമാനമാണ്. അടുത്ത് ഞാൻ വെർട്ടെക്സ് മാർക്ക് ചെയ്തു. വെർട്ടെക്സിൽ നിന്ന് വലത്തേക്കാണ് ഫോക്കസ് ഇരിക്കുന്നത്, കാരണം വലത്തേക്കാണല്ലോ വാവൊളിച്ചിരിക്കുന്നത്. വലത്തേക്ക് പി ഡിസ്റ്റൻസ് ആണ് ഫോക്കസ് ഇരിക്കുന്നത്. അതുകൊണ്ട് -4 + 2 -2,3 അതാണ് നമ്മുടെ ഫോക്കസ് മാർക്ക് ചെയ്തു. എന്നിട്ട് വെർട്ടെക്സിൽ നിന്ന് 2p ഡിസ്റ്റൻസ് മുകളിലേക്കും 2p ഡിസ്റ്റൻസ് താഴേക്കും, 2p ഡിസ്റ്റൻസ് മുകളിലേക്കും 2p ഡിസ്റ്റൻസ് താഴേക്കും, അതായത് 4 ഡിസ്റ്റൻസ് മുകളിലേക്കും 4 ഡിസ്റ്റൻസ് താഴേക്കും വരുന്ന രീതിയിൽ റെക്റ്റാങ്കിൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. സച്ച് ദാറ്റ് ആ റെക്റ്റാങ്കിള് ഫോക്കസിലൂടെയും കൂടെ പോകുന്നു. എന്നിട്ട് ആ വെർട്ടെക്സിൽ തുടങ്ങി ആ റെക്റ്റാങ്കിളിന്റെ കോർണർ വഴി പുറത്തു വരുന്ന രീതിയിൽ പാരബോള വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് യുവർ റിക്വയർഡ് പാരബോൾ. ഇതിന്റെ വെർട്ടെക്സ് -4,3 ആണ്, പി വാല്യൂ 2 ആണ്. ഇനി അതേസമയം അതിന്റെ ഡയറക്ട്രിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിലേക്ക്, അതായത് ഇടത്തേക്ക് പി ഡിസ്റ്റൻസ് വരണം. ഇടത്തേക്ക് പി ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ 2 കുറയ്ക്കണം. -4 -2 -6. x = -6 ആണ് നിങ്ങളുടെ ഡയറക്ട്രിക്സ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിന്റെ ആക്സിസ് ഓഫ് സിമെട്രി. y = 3 ആണ് ഇതിന്റെ ആക്സിസ് ഓഫ് സിമെട്രി. ഡൺ. മനസ്സിലായോ? ഓക്കെ ആണോ? മനസ്സിലായി സർ. ശരി.